കൊച്ചി എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. പെൺകുട്ടി ഒരു വർഷത്തോളം പീഡനത്തിനിരയായെന്നാണ് കണ്ടെത്തൽ. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനം നടന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതിൽ. കുട്ടി പീഡനത്തിന് ഇരയായെന്ന് പറയുമ്പോൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം കടക്കുന്നുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന സൂചനകൾ? സജിത്ത, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 6 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നത്. ജനുവരി 16-നാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് എളമക്കരയിൽ വീടിനകത്ത് അച്ഛനെ തൂങ്ങി മരിച്ച നിലയിലും ഈ കുട്ടി വിഷം കഴിച്ച നിലയിലുമാണ് മരണപ്പെട്ടതെന്നാണ് പിന്നീട് കണ്ടെത്തിയത്. ഈ സംഭവം എന്ന് പറയുന്നത് വീട്ടിൻ്റെ മാതാവ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോൾ ഇവരിവിടെ വന്നിട്ടും ഈ വീട് തുറക്കുന്നില്ല. വളരെ സമയം കഴിഞ്ഞിട്ടും വീട് തുറക്കാത്തതിൽ ഒരു അസ്വാഭാവികത തോന്നുകയും അതിനുശേഷം ഇവരുടെ തന്നെ ഒരു ബന്ധുവിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് ഈ വാതിൽ തുറക്കുകയായിരുന്നു. ആ ചെല്ലുന്ന കാണുമ്പോൾ ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിലും കുട്ടി കിടക്കയിൽ കിടക്കുന്ന ഒരവസ്ഥയിലുമായിരുന്നു. അത് മരണപ്പെട്ടുവെന്ന് പ്രാഥമികമായി തന്നെ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസ് എത്തുകയും മറ്റ് തുടർ നടപടികളുമെല്ലാം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിൻ്റെ വിശദാംശങ്ങളും പുറത്തു വരുന്നത്. ഈ കുട്ടിയുടെ വിഷം അകത്ത് ചെന്നാണ് കുട്ടി മരണപ്പെട്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന വസ്തുത, ഈ കുട്ടി കഴിഞ്ഞ 1 വർഷമായിട്ട് കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് അവരുടെ പരിശോധനയിലെല്ലാം തന്നെ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെയാണ് മരണത്തിന് മുൻപുള്ള മണിക്കൂറുകളിലും ഈ കുട്ടി ഇതുപോലെ സമാനമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുതയും കൂടി സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ കുട്ടിയുടെ മാതാവിനെ പോലീസ് ചോദ്യം ചെയ്യുകയും അവർക്ക് ഇതുമായി യാതൊരു വിവരവും അറിയില്ല, ഈ കുട്ടി ഈ രീതിയിൽ ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്ന വസ്തുത അവർക്ക് അറിയില്ല എന്നതാണ് പോലീസിൽ നൽകിയിരിക്കുന്ന പ്രാഥമിക മൊഴി. പോലീസും ഏതാണ്ട് അത് ശരിവെക്കുന്നുണ്ട്. കാരണം ഈ മാതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയും ഒപ്പം തന്നെയും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രാഥമികമായി അറിയുന്നത് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിവില്ല എന്ന് തന്നെയാണ് പോലീസും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആരിൽ നിന്നാണ് ഈ കുട്ടി ഇങ്ങനെയൊരു പീഡനം ഏൽക്കേണ്ടി വന്നത് എന്നത് സംബന്ധിച്ച് ഇനിയും അന്വേഷണം നടത്തണമെന്ന് തന്നെ പോലീസ് പറയുന്നു. കാരണം ഇത് കുട്ടിക്ക് ഇത്തരമൊരവസ്ഥയെക്കുറിച്ച് മാതാവിന് അറിയില്ല, കുടുംബത്തിലുള്ള മറ്റാർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അറിയില്ല എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന നിലപാടിലാണ് എളമക്കര പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ തവണ ജനുവരിയിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ഇതിൽ വലിയ രീതിയിലുള്ളൊരു ദുരൂഹതകൾ നിലനിന്നതായി അങ്ങനെ തന്നെയായിരുന്നു പോലീസിൻ്റെ പ്രാഥമികമായ ഒരു അനുമാനമുണ്ടായിരുന്നത്. കാരണം അമ്മ വന്ന് അധികം നേരം സമയം കാത്തിരിക്കുന്നു, ഇവരെ ഫോൺ വിളിച്ചിട്ട് ഇവരിൽ നിന്ന് യാതൊരു പ്രതികരണവും ലഭിക്കുന്നില്ല. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തുകയും വീട് തുറന്ന പരിശോധന നടത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ ജോലിക്ക് പോകുന്നില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനം എന്ന് പറയുന്നത് ഈ സ്ത്രീ ജോലിക്ക് പോയി കൊണ്ടുവരുന്ന ആ ഒരു ശമ്പളത്തിലാണ് അവർ കഴിഞ്ഞു പോവുകയും എല്ലാം ചെയ്തത്. ഏതായാലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തുടക്കത്തിൽ ഉള്ള ചില പറച്ചിലുകൾ ഉണ്ടായിരുന്നു. പോലീസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അന്വേഷണം നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ പോലീസ് ഈ പോക്സോ കേസ് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിന് എളമക്കര പോലീസ് ഒരുങ്ങുകയാണ്. സജിത, എളമക്കര പോലീസ് കൂടുതൽ അന്വേഷണത്തിൽ ഒരുങ്ങുകയാണ്. എന്തായാലും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡാനി സൂചിപ്പിക്കുന്ന പോലെ സംഭവിച്ചത്. നമുക്ക് മുന്നിൽ മറ്റു ചില അനുഭവങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ട സംഭവം കൂടിയായി ഇത് മാറുകയാണ്. കൊച്ചി എളമക്കരയിലാണ് മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്തത്. ഈ സംഭവത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറെ ഞെട്ടിക്കുന്നതായി മാറുന്നത്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന കണ്ടെത്തൽ കൂടിയാണ് അന്വേഷണം പോകുന്നത്. ഡാനി, ഒരു കാര്യം കൂടി, നമുക്ക് മറ്റ് ചില സംഭവങ്ങൾ കൂടി നമുക്ക് മുന്നിലുണ്ട്. മുമ്പുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുമായി കുട്ടി വായിക്കപ്പെടുമ്പോൾ ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ കാട്ടേണ്ട ഒരു ജാഗ്രതയുണ്ട്. ആ ഒരു ജാഗ്രതയിൽ തന്നെയാണോ അന്വേഷണം പോകുന്നത്? കുട്ടി പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ സംഭവിച്ചത് എന്താണ്, കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും തുടക്കത്തിൽ തന്നെ ശേഖരിച്ച ആ ഗൗരവത്തിൽ തന്നെയാണോ പോലീസ് അന്വേഷണം? സജിത, ഈ തുടക്കത്തിൽ ഒരു കുട്ടിയെ കൊന്ന പിതാവ് ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് അന്വേഷണം പോകുന്നതും. കാരണം
എന്തുകൊണ്ട് മാതാവ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ പോകുന്നു? കാരണം കഴിഞ്ഞ ഒരു ദിവസമായി അവർ ആ വീടിനെ കാവലിരിക്കുന്നൊരവസ്ഥ, രാത്രി മുഴുവൻ കാവലിരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്ന് അകത്തേക്ക് കയറാൻ കഴിയുന്നില്ല. കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് തുടക്കത്തിൽ പോലീസിന് ചില അസ്വാഭാവികത ഉണ്ടായെങ്കിലും ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു പോലീസ് അന്വേഷിച്ചു പോവുകയും ചെയ്തത്. ഇതിൽ പരിശോധന നടത്തുമ്പോൾ പിതാവ് തൂങ്ങി മരിച്ച നിലയിൽ, കുട്ടി മരിച്ച നിലയിൽ തന്നെ കാണപ്പെട്ടപ്പോൾ പിതാവ് സ്വാഭാവികമായും അതിൻ്റെ കൈകൾ കൊണ്ട് തന്നെയാവും ഈ കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുക എന്ന രീതിയിലാണ് പോലീസ് അന്വേഷണം പോകുന്നതെല്ലാം തന്നെ ചെയ്തത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ ആ കാര്യങ്ങൾ വന്നത്. സഹിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് സമാനമായ സംഭവങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ്. ചോറ്റാനിക്കരയിലുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ. അപ്പോൾ പോലീസ് അതൊരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണം, എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന കാര്യങ്ങൾ സംബന്ധിച്ച മാതാവിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങൾ കൂടുതൽ അറിയാമോ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ സാഹചര്യത്തിലാണ് പ്രത്യേകിച്ചും കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ചെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഈ കുട്ടിക്ക് സംഭവിച്ചതായ കാര്യങ്ങളിലൊന്നും തന്നെ അവർക്ക് അറിയുന്നില്ല. ഒപ്പം ഇയാൾ കഴിഞ്ഞ് കുറേ നാളുകളായി ജോലിക്ക് പോകുന്നില്ല. അയാൾ ആ രീതിയിൽ വലിയ രീതിയിലൊരു മാനസിക അസ്വസ്ഥതയും ആ കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് അയാൾ വിടുതൽ വാങ്ങുന്നു. പിന്നീട് ഇവരുടെ ഒരു വരുമാനത്തിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് കുടുംബമുണ്ടായത്. കഴിഞ്ഞ് കുറേ നാളുകൾ അയാൾക്ക് ജോലിക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്തത്. ഏതായാലും പോലീസ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഇയാളുടെ ഒരു ജോലി ചെയ്തിരുന്നൊരു സാഹചര്യം, അവിടെ എന്തായിരുന്നു, ഏത് രീതിയിലുള്ളൊരു പെരുമാറ്റമായിരുന്നു എന്നതെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. ചുറ്റുപാടുകൾ സംബന്ധിയായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഇവരായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്, ഈ അച്ഛനും മകളും മാത്രമായിരുന്നു വീട്ടിൽ പലപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് പോലീസ്. എല്ലാ സാധ്യതകളും തെളിവുകളും എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സജിത. എന്തായാലും എളവക്കരയിലെ ആ കുട്ടിയുടെ മരണം, പിതാവിൻ്റെ ആത്മഹത്യ സംഭവത്തിൽ ഗുരുതരമായ സാഹചര്യമുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നു. അതാണ് ഡാനി സൂചിപ്പിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.